ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നോഡ് അനാലിസിസിൽ ഒരു കറണ്ട് സോഴ്സും ഉണ്ട് വോൾട്ടേജ് സോഴ്സും ആയിട്ടുള്ള കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 100 ohm യൂസിങ് നോഡ് അനാലിസിസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മുടെ നോഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരെണ്ണം റെഫറൻസ് നോഡായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ താഴത്തേത് റെഫറൻസ് നോഡായിട്ട് എടുത്തു. ഇതിൽ നോഡ് എയും ബിയും മൂന്നിൽ കൂടുതലോ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നോഡ്സ്. നമ്മൾ എയും ബിയും ആയിട്ട് അപ്പം ഇതിൽ 2 ഇക്വേഷൻസ് KCL റൂൾ വെച്ച് വരും. അപ്പം നോഡ് എന്നിട്ട് കറൻറ്റ്സ് എല്ലാം ഞാൻ ലേബിൾ ചെയ്തു. എല്ലാ കറൻറ്റ്സും ലീവിങ് ദ നോഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു, അത് പോസിറ്റീവായിട്ട്. അപ്പം അറ്റ് അപ്ലൈങ് KCL അറ്റ് നോഡ് എ I1 + I2 + I3 = 0. അപ്പം നമുക്കറിയാം I2 എന്ന് പറഞ്ഞാൽ എന്താണ്? I2 എന്നാണ് കറണ്ട് ഡയറക്ഷൻ. ഇവിടെ നമുക്ക് ഓൾറെഡി 1 ആമ്പിയർ ആണ് നമ്മൾ അസ്യൂം ചെയ്ത ഡ്രോപ്പ് ആയിരുന്നു, താഴോട്ട് വരുന്നതായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് എന്താ I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1. I1 എന്നോ? I1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ അവിടുന്ന് ഇവിടം വരെ വരിക, ഗ്രൗണ്ട് അല്ലേ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഈ 60 ഇല്ലെങ്കിൽ എന്തായിരുന്നു? VA / 20 അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് 60 വോൾട്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ഷൻ എങ്ങനെയാണ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് കറണ്ട് ഫ്ലോ വരുന്നത് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ അല്ലേ. അപ്പോൾ ഇവിടെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ എൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവരെ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് 60, അവിടെ 60യുടെ പോസിറ്റീവ്, എന്നിട്ട് നെഗറ്റീവിൽ നിന്ന് ഇവിടെ റിട്ടേൺ പാത്ത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? VA പിന്നെ 60 വരുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ? ഡെസ്റ്റിനേഷൻ പൊളാരിറ്റി എന്താണ്? മൈനസ്. VA - 60/20. I3 എന്ന് പറഞ്ഞാൽ VA - VB / 30. അതെല്ലാം ഇക്വേഷൻസ് എല്ലാം സമ്മറൈസ് ചെയ്ത് ഇടുന്നേരം VA ഒരേപോലെ എഴുതണം. VA/1 VA × 1/20 1/30 ക്ലോസ് ചെയ്യുക, പ്ലസ് VB എന്ന് പറഞ്ഞാൽ എന്താണ്? -1/30 പിന്നെ -60/20 -1 = 0. സിമിലർലി ഇനി നോഡ് ബിയുടെ എഴുതുക. നോഡ് ബിയുടെ വരുന്നവർ എന്തോ ഇക്വേഷൻ വരിക? I5 + I6 + I7. നമുക്കറിയാം I5 എന്ന് പറഞ്ഞാൽ എന്താ? VB - VA / 30. I7 VB/100. ഓക്കെ, I7 എന്ന് പറയുന്നത് VB/100, I5 VB - VA/30. നമ്മൾ ഏത് നോഡ് എടുക്കുന്നോ അത് ഹൈ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസിഡർ ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇനി ഇത് വരുന്നേരം I6 വരുന്നേരം എങ്ങനെയായിരിക്കും? കറണ്ട് ഫ്ലോ വരുന്നത് പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ അല്ലേ വരുന്നത്. അപ്പം VB - 40 / ഇവിടുത്തെ റെസിസ്റ്റൻസ് 50. നോക്കിക്കേ, VB വേണ്ട, ആ പടം തന്നെ വരച്ച പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. അപ്പോൾ VB -40 / 50. ഇക്വേഷൻസ് എഴുതുന്നേരം I5 + I6 + I7 സമ്മറൈസ് ചെയ്ത് എഴുതിയേക്കുവാണ്. അപ്പോൾ VB എന്ന് പറഞ്ഞാൽ എന്താ? VB × 1/30 + 1/50 + 1/100. VA എന്ന് പറയുന്നേരം -1/30 -40/50. ഇത് 2 ഇക്വേഷൻസായി. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നേരം നമുക്ക് VA എന്ന് പറഞ്ഞാൽ 65.67 കിട്ടും. VB എന്ന് പറഞ്ഞാൽ 43.97. പവറിനെ നമുക്ക് 100 ohm I² R ആണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ ഐ സ്ക്വയർ 100 ഓമിൽ പോകുന്ന ഏതാണ് I7. അപ്പോൾ I7ൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ നമുക്ക് ഇക്വേഷൻ? I7 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് VB/100. അപ്പോൾ നമുക്ക് കിട്ടിയ VB ഡിവൈഡഡ് ബൈ 100, അത് സ്ക്വയർ ചെയ്യുക, റെസിസ്റ്റൻസ് അപ്പം 19 കിട്ടും.